ഒന്ന് വേഗം ശരിയാക്ക്. എന്താ ഇത്? എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്ന് വേഗം ആവട്ടെ. 10 മണിക്ക് ചെന്നില്ലേ പണി കാണത്തില്ല. മനസ്സിലായോ? എന്താടി എന്ത് പറ്റി? കണ്ടില്ലേ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്? മണിക്കൂർ 1 ആയി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇക്കുന്റെ വണ്ടി വന്ന നിലയ്ക്ക് ഞാൻ എന്തിനാ വെയിൽ കൊള്ളുന്നത്? ഹലോ ചേട്ടാ, വണ്ടി റെഡിയാക്കി നേരെ അമൃത ടിവിയിലേക്ക് കൊണ്ടുവരണേ. അറിയില്ലേ എന്നെ കെട്ടാൻ പോകുന്ന ആളാ. ഇതൊന്ന് പിടിച്ചേ. അങ്ങോട്ട് നീങ്ങിയിരുന്നേ. അത്യാവശ്യമായിട്ടാ. ഇത് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫില്ലറാ ട്രാഫിക് ജാമിനെ കുറിച്ച്. അയ്യോ എന്നോട് അങ്ങനെ പറയല്ലേ. ഒരു ദിവസം എത്രമാത്രം പേര് ട്രാഫിക് ജാമിൽ കിടന്ന് നട്ടം തിരിയുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർക്കൊന്ന് കാണിച്ചു കൊടുക്കാലോ. നാണം വെക്കുന്നെങ്കിൽ വെച്ചോട്ടെ. ഹലോ ചേട്ടാ, വണ്ടി എടുത്തോ? എടുത്തോ? ഒന്ന് പറ പ്ലീസ്. വണ്ടി എടുക്കടോ. ചക്കര കൂട്. പിന്നെ ഇക്കു, ഇന്നേ ഈ ഫില്ലർ എടുക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. നീ ഇത് കണ്ടാ വണ്ടർ അടിക്കും. ശരിക്കും എനിക്ക് ഉറപ്പാ. ദേ ഇങ്ങോട്ട് നോക്കിയേ. ഇയാളെ നിനക്ക് പരിചയം ഉണ്ടോന്ന്? എനിക്കറിയില്ല. ഇക്ക് ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ മിനിസ്റ്റർ ടീഷർട്ട് ഇട്ട ഡിറ്റോ ഇയാളെ പോലെ ഉണ്ടാവുമല്ലേ? ഈ റാസ്കലിനെ ഇപ്പൊ തന്നെ പൊക്കണം. എല്ലാ സ്റ്റേഷനിലും ഇൻഫോം ചെയ്യാം. നോ, തൽക്കാലം ഇത് പുറത്താരും അറിയരുത്. ആരെങ്കിലും ഇത് അറിഞ്ഞാൽ മന്ത്രിസഭാ യോഗത്തിൽ ഞാൻ ഏറ്റെടുത്തതും അടിവരയിട്ട് പറഞ്ഞതിനുമെല്ലാം ഉത്തരം നൽകേണ്ടി വരും. സാർ? അതെ, എൻ്റെ രൂപസാദൃശ്യം ഉപയോഗിച്ച് ഫലത്തിൽ എനിക്ക് ഇമേജ് ഉണ്ടാക്കി തരാനോ എനിക്ക് ശത്രുക്കളെ സമ്മാനിക്കാനോ മാത്രമായിരിക്കില്ല അവൻ്റെ അവതാരം. ലക്ഷ്യങ്ങൾ വേറെയും ഉണ്ടായിരിക്കും. സാർ, ഒരു മിനിസ്റ്ററുടെ അധികാര പരിധിയിലാണ് അവൻ കയറി കളിച്ചത്. ഇറ്റ്സ് ടു ഡേഞ്ചറസ്. സാറിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ആവണം അവൻ്റെ പ്ലേ. ഇല്ലെങ്കിൽ ഇത്ര കൃത്യമായ ഇഷ്യൂ തന്നെ അവൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സർ, സേ ദിസ്. ഇതൊരു വെൽ പ്ലാൻഡ് പ്ലേ ആണെന്നതിനുള്ള തെളിവാണിത്. മിനിസ്റ്ററുടെ ഒഫീഷ്യൽ അഡ്രസ്സിൽ നിന്നുമാണ് കളക്ടർക്ക് ഈ മെസ്സേജ് പോയിരിക്കുന്നതും നെല്ലിയാമ്പതി ഗസ്റ്റ് ഹൗസിൽ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കോൺഫിഡൻഷ്യൽ മാറ്റർ എന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും ആരുടെയൊക്കെയോ ഔദ്യോഗിക കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് സർ. സർ, ഒരു പരിധിക്കപ്പുറം ഈ മാറ്റർ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഒരു നീക്കവും നടത്താൻ ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ല. നോ, ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കഴിയണം. മിസ്റ്റർ ഇക്ബാൽ, എനിക്കറിയണം എന്തിനു വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. ഇതിനുള്ള മറുപടി അവന്റെ നെഞ്ചിലോ തലച്ചോറിലോ ഉണ്ടെങ്കിൽ ഒരു തുള്ളി ചോര പോലും പൊടിയാതെ കീറി പുറത്തെടുക്കും ഞാൻ. അതുവരെ നമ്മളല്ലാതെ ഈ രഹസ്യം മറ്റാരും അറിയില്ല. Hey! Stop! Police.
ഒരു മനുഷ്യനും പറയില്ല അത് വിശ്വനല്ലെന്ന്. അത്രയ്ക്ക് സാമ്യമുണ്ട്. വെറുതെ അല്ല കളക്ടർക്ക് തെറ്റിയത്. എനിക്കൊന്ന് കാണണമല്ലോട് അവനെ. ഇപ്പൊ വെന്റിലേറ്ററില്ല. 1% പോലും ഹോപ്പ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മാത്രമല്ല വിശ്വ ഇപ്പൊ അവനെ കാണാൻ ചെന്നാൽ അതൊരു വാർത്തയാവും. പക്ഷെ എനിക്ക് അവൻ എന്റെ ശത്രുവാണെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കെണിയിൽ വീണത് പുലിയാണോ പൂച്ചയാണോ എന്നറിയാതെ നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോഴവന്റെ ജീവൻ രക്ഷിക്കാണ് വേണ്ടത്. ഏതു വിധത്തിലും അവൻ ജീവിച്ചിരിക്കണം എന്നെന്റെ മനസ്സ് പറയുന്നു. ഗംഗ, നീ എങ്ങോട്ടാ? അവളിത് എങ്ങോട്ടമ്മേ? നീ വലിയ തിരക്കിലാന്ന് കരുതി അവക്ക് അവളുടെ അച്ഛനെ കാണാൻ പോകാതിരിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്താ അമ്മേ പ്രശ്നം? അവളുടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നു മോനെ. കുറച്ചു മുമ്പ് ഇവനിവിടെ വന്നപ്പോ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്ന് പുറകെ നടന്ന് ചോദിച്ചു ഇവള്. കുറച്ചു മുമ്പ്? അതെ, ഒരു 10 മിനിറ്റ് മുമ്പ്. എന്നിട്ട് അവനത് കേട്ട ഭാവം പോലും കാണിക്കാതെ ഒരൊറ്റ പോക്ക്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോന്ന് ഞാനും പറഞ്ഞു. എവിടെ? എന്നിട്ടിപ്പോ ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞിട്ട് പോയിക്കൂടെയെന്ന്. വേം വിട്. എന്നെ വിളിച്ചു വരുത്തിയതേ ഈ കടലിന്റെ സൗന്ദര്യം കാണാനാ? എന്തെങ്കിലും ഒന്ന് പറയണ്ടേക്കൂ. എന്തെങ്കിലും പറയാനല്ല, വളരെ ഗൗരവമുള്ളൊരു കാര്യം നിന്നോട് പറയാനാണ് വരാൻ പറഞ്ഞത്. അതിപ്പോൾ നിന്നോട് പറയണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിന്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ഓക്കെ? ശരി. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുത്തനല്ലേ മിനിസ്റ്ററോട് രൂപസാദൃശ്യമുള്ള ഒരാൾ? അതെ. അത് തന്നെ ഒരു മിറാക്കിളാണ്. ഒരാളോട് ഇത്രയും മാച്ചിങ് ആയ മറ്റൊരാൾ. ഇന്നലെ മിനിസ്റ്ററുടെ വീട്ടിലും വന്നു അതുപോലൊരുത്തൻ. എന്ത് വിഡിത്തം ഈ പറയുന്നത്? ആര് കേട്ടാലും ഇതൊരു വിഡിത്തമാണെന്നേ പറയൂ. പക്ഷെ ഐ ആം ഷുവർ മിനിസ്റ്ററെ പോലെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അയാളുടെ ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നും വ്യക്തമല്ല, പക്ഷെ അത് സത്യമാണെങ്കിൽ ഒന്ന് വ്യക്തമാണ്. ഒരു ചെറിയ തലച്ചോറോ ചെറിയ കാര്യമോ അല്ല ഇതിൻ്റെ പിന്നിൽ. എനിവേ, നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ ബോംബെക്ക് പോവും. ആൻഡ് ദ നെക്സ്റ്റ് ഈവനിങ് ഐ വിൽ ബി ബാക്ക് ടു ദ സിറ്റി. 98 ബാച്ചിലെ ഒരു രമൺ നായിക്കിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അലഹബാദിൽ 2 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് മൈ പ്രൊബേഷൻ. എൻ്റെ ഒരു ബോസ് ആയിരുന്നില്ല അദ്ദേഹം. ഹി വാസ് മോർ ദാൻ എ ഫ്രണ്ട് ടു മീ. ഒരു വല്ലാത്ത ജീനിയസാ. വ്യത്യസ്ത മേഖലകളാണ് പുള്ളിക്ക് താല്പര്യം. കുറച്ച് നാൾ മുമ്പ് ട്വിൻസിനെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹം ഒരു തീസിസ് തയ്യാറാക്കിയിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അതാണ് എൻ്റെ ഈ ചെറിയ യാത്രയുടെ ഉദ്ദേശം. ഒപ്പം മുംബൈ പോലീസ് ആസ്ഥാനത്ത് ഒരു അൺഒഫീഷ്യൽ വിസിറ്റ്. ഇതിനൊക്കെ മുകളിലുള്ളവരുടെ പെർമിഷൻ കാത്തുന്ന ഒരുപാട് സമയമെടുക്കും. ഞാനിതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാന്ന് മനസ്സിലായി? പെട്ടെന്നൊരു ദിവസം ഞാൻ മിസ്സിംഗ് ആവുമ്പോൾ നീ TV ക്യാമറ മുമ്പിൽ കയറി നിന്ന് നാട്ടുകാരോട് വായി തോന്നിയൊക്കെ വിളിച്ച് പറയാതിരിക്കാനാ. ഓക്കെ? സോ കീപ് ഓൾ ദിസ് ആസ് സീക്രട്ട്. ഓക്കെ, കം.